ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ലൈഫിൽ സ്റ്റക്ക് ആവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗമനം ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും മാറി മറിയുന്നതാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ദിവസവും ഭഗവാനോട് നന്ദി പറയുക. നിങ്ങൾ ഏത് ദേവതയാണോ ആരാധിക്കുന്നത്, ആ ദേവതയുടെ അടുത്ത് എല്ലാ ദിവസവും നന്ദി അറിയിക്കുക. എൻ്റെ ജീവിതം എന്നെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്, സ്നേഹിക്കുന്നതിന്, ആവശ്യമുള്ളതെല്ലാം നൽകുന്നതിന് നന്ദി നന്ദി നന്ദി. അത് രാവിലെ എഴുന്നേറ്റ ഉടനെ പറയുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്രയൊക്കെ വേഴ്സ്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും, എത്രയൊക്കെ ചാലഞ്ചിങ് സിറ്റുവേഷനിലാണെങ്കിലും, അതിനെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങളിലുണ്ട്. നിങ്ങളിതിനെ ഓവർകം ചെയ്യും എന്ന മനോഭാവത്തോടു കൂടി ആ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാതിരിക്കുക, റിസ്ക് എടുക്കാൻ തയ്യാറാവുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചാരിറ്റിയാണ്. എത്രത്തോളം ദാനം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ പ്യൂരിറ്റി ഉണ്ടാവും. നിങ്ങളുടെ കർമ്മ ബാഗേജസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പാസ്റ്റ് ലൈഫ് കർമ്മയാവട്ടെ, ഈ ലൈഫിൽ നിന്നുള്ള കർമ്മദോഷമാവട്ടെ, നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അമ്പലത്തിൽ പൈസയൊന്നും കൊണ്ടുപോയിടേണ്ട ആവശ്യമില്ല, ഭഗവാന് പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഭഗവാൻ ആരും കാണിക്കിടരുത് എന്നൊന്നും പറയണത് നിങ്ങൾ കേൾക്കാൻ പാടില്ല. നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ, ആ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ആരാധിക്കുന്ന ആ ഭഗവാന് നിങ്ങളുടെ വരുമാനത്തിൽ നിന്നുണ്ടാവുന്ന ഒരു പെർസെൻറ്റേജ് ഭഗവാന് തീർച്ചയായിട്ടും കൊടുക്കുക തന്നെ വേണം. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു. ജയ ശ്രീ രാധേ രാധേ.